ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ വിഷയത്തിൽ ലണ്ടനിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഇരു നേതാക്കളും തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ അത് ലോകത്തെ ഊർജ്ജ വിപണിയെ തകർക്കുമെന്നും ഇന്ധനവില കുത്തനെ ഉയരുമെന്നുമാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുമെന്ന യാഥാർത്ഥ്യം ഇരു നേതാക്കളും തിരിച്ചറിയുന്നുണ്ട്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് ആവർത്തിക്കുമ്പോഴും ഇറാനെതിരെയുള്ള ശക്തമായ പ്രത്യാക്രമണം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ അപകടത്തിലാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. കെയർ സ്റ്റാർമർ തന്റെ പ്രസ്താവനയിലൂടെ ബ്രിട്ടീഷ് ജനതയോട് വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം പ്രാദേശികമായ ഒന്നല്ല എന്നാണ്. ഇറാൻ എണ്ണ വിതരണം തടസ്സപ്പെടുത്തിയാൽ ബ്രിട്ടനിലെ ഗാർഹിക ഊർജ്ജ നിരക്കുകൾ നിയന്ത്രിക്കാനാകാത്ത വിധം വർദ്ധിക്കും. കഴിഞ്ഞ 2 വർഷമായി ബ്രിട്ടൻ നേരിടുന്ന ജീവിത ചെലവ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ ഇത് പാടെ തകർക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എല്ലാ നിലപാടുകളെയും അന്ധമായി പിന്തുണയ്ക്കുന്നതിന് പകരം നയതന്ത്രപരമായ നീക്കങ്ങൾക്കാണ് ബ്രിട്ടൻ മുൻഗണന നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമോ എന്ന സംശയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനാണ് സ്റ്റാർമർ ശ്രമിക്കുന്നത്. ബ്രിട്ടൻ സൈനികമായി യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേരില്ല എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും സമാനമായ ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. ഓസ്ട്രേലിയയുടെ ഇന്ധന സുരക്ഷ നിലവിൽ വലിയ വെല്ലുവിളി നേരിടുകയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഓസ്ട്രേലിയയിലെ പെട്രോൾ പമ്പുകളിലെ വിലവർദ്ധനവിന് കാരണമാകുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നേരിടാൻ ഓസ്ട്രേലിയ പുതിയ ഫ്യൂവൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ആവിഷ്കരിക്കുകയും കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസം US തുടങ്ങുകയാണ്. US വ്യോമ നാവികസേനയുടെ വിവിധ വിഭാഗങ്ങൾ മേഖലയിലെ സൈനിക താവളങ്ങളിലേക്ക് എത്തുകയാണ്. അടുത്ത ആഴ്ച ട്രംപിന്റെ മുന്നറിയിപ്പ് പ്രകാരം സമയം അവസാനിക്കാനിരിക്കെ ഗൾഫ് മേഖലയിലും കൂടുതൽ അസ്വസ്ഥതയിലേക്ക് നീങ്ങുകയാണ്. ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളിലെ പാലങ്ങളും റോഡുകളും US തകർക്കുന്നുണ്ട്. സമാനമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകുന്നത്. വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാനാണ് ചേരുന്നത്. അഫ്താബ്, ഒരു കരയുദ്ധത്തിന്റെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിനിഷ, തീർച്ചയായിട്ടും. കാരണം ട്രംപ് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തിയത് മുതൽ തന്നെ തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിന്റെയും US-ന്റെയും ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ആക്രമണം നേരത്തെ MC സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ ഇറാനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പാലങ്ങളും സിവിലിയൻ കേന്ദ്രങ്ങളുമാണ് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ IRGCയുടെ പ്രതികരണം, അവരുടെ ചില വക്താക്കളുടെ പ്രതികരണം വരുന്നുണ്ട്. സമാനമായ രീതിയിൽ കണ്ണിന് കണ്ണ് എന്നുള്ള സ്വഭാവത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ആശങ്ക മുഴുവൻ ഉണ്ടാവുക ഗൾഫ് മേഖലയിലാണ്. കാരണം US സഖ്യത്തിലുള്ള US-മായി ബന്ധമുള്ള പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാൻ ഇന്നലെ മുതൽ തന്നെ ആക്രമണം അത് വർദ്ധിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ രീതിയിൽ പാലങ്ങൾക്ക് പകരം പാലം എന്നുള്ള സ്വഭാവത്തിലേക്കൊക്കെ ആക്രമണം കടന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. ഇപ്പോൾ തന്നെ ഗൾഫ് മേഖലയിൽ വലിയ തോതിൽ വിലയേറ്റമെല്ലാം പ്രകടമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന് പിന്നാലെ വരുന്ന ഒരാഴ്ച ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരിക്കും. കാരണം 6-ാം തീയതിക്ക് മുന്നോടിയായി ഒരു കരാറിലേക്കോ അല്ലെങ്കിൽ ചർച്ചയിലേക്കോ ഏതെങ്കിലും ഒരു നീക്കുപോക്കിലേക്കോ എത്തിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകുമെന്നുള്ളത് തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുക. മാത്രവുമല്ല, ഇന്നിപ്പോൾ ഹൂത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറഞ്ഞ തരത്തിലുള്ള ആക്രമണം നടത്തിയതെങ്കിൽ ഇന്നിപ്പോൾ കൂടുതൽ ആക്രമണത്തിലേക്ക് അവരും കടന്നിട്ടുണ്ട്. ഏതാണ്ട് 130 റോക്കറ്റുകൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും എത്തിയതായി IDF തന്നെ സ്ഥിരീകരിക്കുന്നു. അല്പം മുമ്പ് 2 മിസൈലുകൾ നേരിട്ട് ഇസ്രായേലിനകത്ത് പതിച്ചതായുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തു വിടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ ആക്രമണത്തിന്റെ തോത് വർദ്ധിക്കുന്നതാണ് സാഹചര്യം. ഇതിനിടയിലാണ് US-ന്റെ സൈനിക വിന്യാസം ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ സജീവമാകുന്നത്. ഗൾഫ് മേഖലയിലുള്ള വിവിധ സൈനിക താവളങ്ങളിലേക്ക് കൂടുതൽ സൈനികർ എത്തുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് മേഖലയിലെ വ്യോമ മേഖലയിൽ പ്രത്യേകിച്ചും US വിമാനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടുകളും
പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വരുന്ന ഒരാഴ്ച ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉളവാക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഏതെങ്കിലും നിലക്ക് കരയുദ്ധത്തിലേക്ക് പോയാൽ അതിന്റെ പ്രത്യാഘാതം ഗൾഫ് മേഖലയിൽ കൂടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതുവരെ നടന്ന ആക്രമണങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ആ തരത്തിലാണ് പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും പ്രവാസികളടക്കം ഗൾഫിലെ ജനങ്ങളടക്കമുള്ളവർക്ക് ഇതിന്റെ ഒരു ആശങ്ക ഇപ്പോഴും കൂടുതലാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായിരുന്നാലും റഷ്യയുടെ ഭാഗത്ത് നിന്നടക്കം കൂടുതൽ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഒരു മൂർത്തമായ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു രൂപത്തിലേക്ക് സമാധാന ചർച്ചകൾ എത്തുന്ന ലക്ഷണം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക വരും ദിനങ്ങളിലും വർദ്ധിക്കും. ഈ സൈനിക വിന്യാസം കൂടുതലായി US നടത്തുന്നത്, പ്രത്യേകിച്ച് വിവിധ പടക്കപ്പലുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതും മേഖലയിലെ യുദ്ധ സാഹചര്യം കരയുദ്ധത്തിലേക്ക് പെട്ടെന്ന് കടക്കുമോ എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ട്രംപിനെ നമുക്കറിയാം, പറയുന്ന ദിവസത്തിന് മുന്നേ തന്നെ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ആക്രമണം നടത്തുകയും പറയുന്ന ഡെഡ് ലൈന് മുമ്പേ തന്നെ അതെല്ലാം മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ആ തരത്തിലാണ് മേഖലയിലുള്ള യുദ്ധവിമാനങ്ങളുടെയും സൈനികരുടെയും വിന്യാസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അഫ്താബ്, ഒരു കരയുദ്ധത്തിലേക്കുള്ള ഒരു സാധ്യത നിലവിൽ US-ന്റെ പല യുദ്ധക്കപ്പലുകളും അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും സൈനികർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് IRGC നൽകുന്നുമുണ്ട്. അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന കൃത്യമായ നിലപാട് തന്നെ IRGC വ്യക്തമാക്കുന്നുണ്ട്. അതിനുള്ള ആയുധ ശേഖരവും ഇറാന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അമേരിക്കയുടെ പക്കലുള്ള ആയുധ ശേഖരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പെന്റഗൺ തന്നെ ആശങ്കയെ അറിയിക്കുന്നുണ്ട്. ഏകദേശം ഭൂരിഭാഗം ആയുധങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞു, പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അടക്കം പ്രയോഗിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ഇനി മുന്നോട്ട് യുദ്ധം നീണ്ടുപോയാൽ എത്രത്തോളം ആയുധശേഷി തങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ പെന്റഗൺ കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക, ഇറാനെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കരയുദ്ധത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരുപക്ഷെ ഈ യുദ്ധം പൊടുന്നനെ അവസാനിക്കുവാനുള്ള സാധ്യത കുറവാണ്. എന്ന് വെച്ചാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്നല്ല, പകരം പരമാവധി നാശനഷ്ടം ഇറാൻ സൃഷ്ടിച്ച ശേഷമായിരിക്കും ഈ യുദ്ധം നിർത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് ചർച്ചയുടെ ലക്ഷണങ്ങളൊന്നും കാണാത്ത സാഹചര്യത്തിൽ വൻ തോതിലുള്ള സൈനിക വിന്യാസം ഇവിടെ നടത്തുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു എന്ന് വരുത്താനുള്ള, ആ പ്രതീതി വരുത്താനുള്ള തരത്തിലുള്ള ആക്രമണം എന്തായാലും US ഇറാനകത്ത് നടത്തും. അതിന്റെ തുടക്കമാണ് നമ്മൾ ഇന്നു മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വലിയ പാലങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു, സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം എത്തിയിരിക്കുന്നു, അവരുടെ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ഒരുപക്ഷെ യുറേനിയം ഉൾപ്പെടെ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ പെന്റഗൺ അതിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ആഴ്ചകളോളം എടുത്തുകൊണ്ട് മാത്രമേ ഇറാന്റെ കയ്യിലുള്ള യുറേനിയം ശേഖരം സ്വന്തമാക്കി മടങ്ങി വരാൻ സാധിക്കൂ എന്ന് മാത്രമല്ല വൻതോതിൽ ആൾനാശം അതിന് കാരണമാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ യുറേനിയം എടുക്കുന്നത് പോലെയുള്ള യുദ്ധവിജയം കാണിക്കുവാൻ സാധ്യതയുള്ള ഒരു നീക്കത്തിലേക്ക് US-ന് ഇപ്പോൾ പോവാൻ സാധിക്കില്ല. അത് കൃത്യമായി തന്നെ US-ന്റെ ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം കരയുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ആൾനാശത്തിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. പകരം ഒരു മിന്നലാക്രമണം നടത്തിക്കൊണ്ട് ഒരുപക്ഷെ കാർഗ് ദ്വീപിലേക്കൊക്കെ സൈനികരെ വ്യോമമാർഗം വഴി ഇറക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഏതെങ്കിലും ഒരു നീക്കം നടത്തിക്കൊണ്ടാകാം ഒരു പക്ഷേ ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നീക്കം നടത്തുകയുള്ളൂ. അതെല്ലാം വലിയ തോതിലുള്ള ഒരു കരയുദ്ധത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ പോകുവാനുള്ള സാധ്യതകൾ നിലവിലില്ല. നിലവിലുള്ള ഒരു മാസം പിന്നിട്ട ഇറാന്റെ റെസിലിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിരോധ ശേഷി സ്വാഭാവികമായിട്ടും US-ന് വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. സമാന്തരമായിക്കൊണ്ട് ഹിസ്ബുള്ളയും ഹൂത്തികളും എല്ലാം തന്നെ ഒന്നിച്ച് ഈ തരത്തിൽ റോക്കറ്റ് ആക്രമണവും മറ്റും നടത്തിക്കൊണ്ട് പ്രതിരോധിച്ചു നിൽക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ദീർഘമായ ഒരു കരയുദ്ധത്തിലേക്ക് പോയില്ലെങ്കിലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു ആക്രമണം, കാർപ്പറ്റ് ബോംബിംഗ് ഉൾപ്പെടെ ഇറാനകത്ത് നടത്തിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ട്രംപ് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ അതിന് ഇറാൻ ഏത് രൂപത്തിൽ തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അതിന്റെ എല്ലാ തിരിച്ചടിയും ഏറ്റുവാങ്ങിയത് US താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു. ഇതിൽ ഒരുപക്ഷെ ട്രംപിന്റെ വരും ദിനങ്ങളിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമല്ലെങ്കിൽ പോലും ഈ മണിക്കൂറുകളിൽ, അതായത്
നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിൽ പോലും വൻ തോതിൽ സൈനിക വിന്യാസം ഗൾഫ് മേഖലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ റീഫ്യൂലിംഗ് വിമാനങ്ങളുടെ എണ്ണം ഈ മേഖലയിലെ വ്യോമ മേഖലയിൽ സജീവമായി വർദ്ധിക്കുന്നുണ്ട്. ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കുന്ന യുഎസിന്റെ യുദ്ധവിമാനങ്ങൾ സജീവമായി പറക്കുന്നത് ഗൾഫ് മേഖലയിൽ സജീവമായിട്ടുണ്ട്. ഈ ഒരു നിലക്ക് കരയുദ്ധത്തിന്റെ ലക്ഷണങ്ങളെല്ലാം സജീവമായി നിലനിൽക്കുന്നുണ്ട്. അത് പക്ഷേ ഇറാനെ പ്രതിരോധിച്ച് പേടിപ്പിച്ച് നിർത്തുവാൻ മാത്രമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇറാനകത്തുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് സിവിലിയൻ കേന്ദ്രങ്ങളിലുള്ള ആക്രമണങ്ങൾ അത് സജീവമായി തുടരുകയാണ്. ശരി.